സോ 6th ഒക്ടോബറോട് കൂടി കേരളയുടെ 3rd അലോട്ട്മെന്റ്, വിച്ച് മീൻസ് ഫീസ് നിങ്ങൾക്ക് നഷ്ടമാകും. നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ, അതായത് അലോട്ട്മെന്റിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ആവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വാർണിംഗ് ആണ്. അപ്പൊ നിങ്ങളെ ഓൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ കേരളയുടെ 3rd അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യത്തില്ല. ഹായ് എവരിവൺ, ദിസ് ഇസ് ANG ഫ്രം RKNX. സോ മക്കളെ, ഓൾ ഇന്ത്യയുടെയും കേരളയുടെയും MBBSന്റെയും BDSന്റെയും 3rd റൗണ്ട് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റൗണ്ടാണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അവസാനത്തെ ഒരു ഹോപ്പാണ് 3rd റൗണ്ട്. 3rd റൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ അല്ല, എന്താണ് 3rd റൗണ്ട് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ സീറ്റ് നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ളൊരു റൗണ്ടാണ്. ആ റൗണ്ട് മനസ്സിലാക്കാതെ ആരും ആ റൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ മനസ്സിലാക്കുക. പകുതി കേട്ടിട്ട് ആ റൗണ്ടിനെ കുറിച്ച് ഒന്നും അനലൈസ് ചെയ്യരുത്, മുഴുവൻ കേട്ടിട്ട് മാത്രം മനസ്സിലാക്കുക. യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ പല കുട്ടികളും കഴിഞ്ഞ വീഡിയോയിൽ റൗണ്ട് 3നെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെ എക്സിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ തരും. യെസ്, ഓക്കെ മക്കളെ, ആദ്യം നമ്മൾ ഡേറ്റ് ഒന്ന് നോക്കാം. ഡേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3 സെപ്റ്റംബർ 29 കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒക്ടോബർ 8 വരെ ആയിരിക്കും. ഒക്ടോബർ 17 നിങ്ങൾക്ക് ജോയിനിങ് ഡേറ്റിന്റെ അവസാന ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒക്ടോബർ 18, 19 വെരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നിലവിൽ തന്നിരിക്കുന്ന സ്കെഡ്യൂൾ. ഓക്കെ, കേരളയുടെയോ ഒക്ടോബർ 6 കൂടി കേരളയുടെ 3rd അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 17 വരെ ആയിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സും കാര്യങ്ങളും ഉള്ളത്. 22 കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതോടെ ജോയിനിങ് ഒക്കെ കഴിഞ്ഞ് 23, 24 വെരിഫിക്കേഷൻ. ഇതാണ് നിലവിൽ നമുക്ക് റൗണ്ട് 3ക്ക് തന്നിരിക്കുന്ന സ്കെഡ്യൂൾ, റൗണ്ട് 3യുടെ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജോയിനിങ്ങിനെ കുറിച്ച് പറയാൻ പോവാണ്. അപ്പോൾ ആദ്യം ഓൾ ഇന്ത്യ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം കേരളത്തെ കുറിച്ച് ഞാൻ പറയാം. അപ്പൊ ഓൾ ഇന്ത്യയുടെ പ്രോസസ്സാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അത് നിങ്ങളുടെ കേരള അലോട്ട്മെന്റിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ട്. അപ്പോൾ റൗണ്ട് 3യെ പറ്റി പറയുകയാണെങ്കിൽ റൗണ്ട് 2ല് ആർക്കൊക്കെ റൗണ്ട് 3യിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് ആദ്യം പറയാം. ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3യിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിനുശേഷം ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3യിൽ കൊടുത്താലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. യെസ്, അപ്പൊ ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാന്ന് ചോദിച്ചാൽ റൗണ്ട് 1ലും റൗണ്ട് 2ലും ഒരു അലോട്ട്മെന്റും ലഭിക്കാത്ത ആളുകൾക്ക് റൗണ്ട് 3യിലേക്ക് പോവാം. റൗണ്ട് 1ലും നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, റൗണ്ട് 2ലും നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് പോകാം? റൗണ്ട് 3യിലേക്ക് പോകാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണോ? ഫ്രഷ് രജിസ്ട്രേഷൻ നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ നടത്തേണ്ടത്? ചോയ്സ് ഫില്ലിങ് നടത്തണം, ചോയ്സ് ലോക്കിങ്ങും നടത്തണം. ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും നടത്തണം. രജിസ്റ്റർ ചെയ്ത ആളുകൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട, പക്ഷെ ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും നടത്തണം. ആര്? റൗണ്ട് 1ലും റൗണ്ട് 2ലും സീറ്റ് ലഭിക്കാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണ്ട, ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും നടത്തണം. യെസ്, ഇനി രണ്ടാമത്തെ കാറ്റഗറി, എല്ലാ കാറ്റഗറിയും ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റൗണ്ട് 1ലും റൗണ്ട് 2ലും ഒന്നും അപ്ലൈ ചെയ്തില്ല, കേരളത്തിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നു, അതുകൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യക്ക് കൊടുത്തില്ല. അങ്ങനെയുള്ള ആളുകളിൽ ഇതുവരെ രജിസ്ട്രേഷൻ നടത്താത്ത ആളുകള് എന്തായാലും പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തണം. ഓക്കെ, ഫ്രഷ് ന്യൂ രജിസ്ട്രേഷൻ ആണ്. ആരൊക്കെയാണ്? ഓൾറെഡി റൗണ്ട് 1ലും റൗണ്ട് 2ലും കൊടുക്കാത്തവർക്കും എവിടെ അവസരമുണ്ട്? റൗണ്ട് 3യിൽ അവസരമുണ്ട്. അവരെന്ത് ചെയ്യണം? അവർ ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തണം. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യണം? അവർ ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും ഒക്കെ നടത്തണം. അപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് ചോയ്സ് ഫില്ലിംഗ് കൊടുക്കണം. റൗണ്ട് 1ലും 2ലും കൊടുത്ത ചോയ്സ് ഒന്നും ഇനി നിലവിലില്ല. റൗണ്ട് 3യിൽ പുതുതായിട്ട് നിങ്ങൾ ചോയ്സുകൾ കൊടുക്കണം. ഓക്കെ അല്ലേ? യെസ് മക്കളെ, റൗണ്ട് 2 ഒക്കെ എൻഡ് ചെയ്ത് റിസൾട്ട് ഒക്കെ വന്ന് ജോയിനിങ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. യെസ്, ഓക്കെ. ഇനി ഇതിൽ ആർക്കൊക്കെ അവസരം ഉണ്ടെന്ന് ചോദിച്ചാൽ റൗണ്ട് 1ലും റൗണ്ട് 2ലും രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യണം? എല്ലാ പേയ്മെന്റും നടത്തി രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഫീസും ഒക്കെ അടച്ച് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ ഫ്രഷ് ചോയ്സും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ശ്രദ്ധിച്ചോ. റൗണ്ട് 1ൽ നിന്നും റൗണ്ട് 2ൽ നിന്നും റിസൈൻ ചെയ്ത ആളുകളുണ്ട്. ഓക്കെ, റെസിഗ്നേഷൻ ഉള്ള ടൈം ഇപ്പോൾ വന്നിട്ടുണ്ട്. റൗണ്ട് 2ൽ പോയി ജോയിൻ ചെയ്തിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ
റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇതുവരെ വന്നിട്ടുണ്ട്. അതേപോലെ റൗണ്ട് 1 നിന്ന് റിസൈൻ ചെയ്ത ആളുകളുണ്ട് അവര്. അതേപോലെ റൗണ്ട് 1 റൗണ്ട് 2 അഡ്മിഷൻ കിട്ടി, പക്ഷെ റിപ്പോർട്ട് ചെയ്തില്ല, കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ 2 കാറ്റഗറിയാണ്. ഒന്ന് കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത കുട്ടികള്, ഒന്ന് അഡ്മിഷൻ കിട്ടിയിട്ടും റിപ്പോർട്ട് ചെയ്യാത്ത കുട്ടികള്. അവരെന്താ ചെയ്യേണ്ടതെന്നറിയോ? അവര് ഫ്രഷ് ആയിട്ട് വീണ്ടും ചോയ്സ് കൊടുക്കണം. അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഫുൾ പേയ്മെന്റ് അടയ്ക്കണം. അതായത് ചില കുട്ടികൾ റിപ്പോർട്ട് ചെയ്യാത്ത, റൗണ്ട് 2 റിപ്പോർട്ട് ചെയ്യാത്ത കുട്ടികളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്കറിയാം, റൗണ്ട് 2 സീറ്റ് കിട്ടി പക്ഷെ പോയില്ല. എന്ത് പോയി? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോയി. റൗണ്ട് 1 പോലെ ഫ്രീ എക്സിറ്റ് ഇല്ല. അപ്പൊ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഒന്നും കൂടെ ഫീസ് അടച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തണം. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ 2 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഒന്നും കൂടി രജിസ്ട്രേഷൻ നടത്തി ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടത്. ആരൊക്കെയാ? റൗണ്ട് 1 റൗണ്ട് 2 രജിസ്റ്റർ ചെയ്യാത്ത ആളുകളും, റൗണ്ട് 1 റൗണ്ട് 2 രജിസ്ട്രേഷൻ നടത്തി സീറ്റ് കിട്ടിയിട്ടും ആ സീറ്റിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തില്ല, അതേപോലെ റിസൈൻ ചെയ്ത ആളുകളും ഒന്നും കൂടെ ഫീസ് അടച്ചിട്ട് ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും നടത്തണം. ആദ്യം നമ്മൾ പറഞ്ഞത് ഇതുവരെ രജിസ്ട്രേഷൻ റൗണ്ട് 1 റൗണ്ട് 2 സീറ്റ് കിട്ടാത്ത ആളുകൾ അവർ വീണ്ടും രജിസ്ട്രേഷൻ നടത്തേണ്ട, ചോയ്സ് ഫില്ലിംഗ് മാത്രം നടത്തിയാൽ മതി. യെസ്, ഓക്കെ. അപ്പൊ 2 കാറ്റഗറിയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പ്രോസസ്സ്, റൗണ്ട് 3 പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഫ്രഷ് ആയിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തണം. അതായത് റൗണ്ട് 1 കൊടുത്തവരോ 2 കൊടുത്തവരോ കിട്ടിയവരോ കിട്ടാത്തവരോ ആരും ആയിക്കോട്ടെ, റൗണ്ട് 3 ഫ്രഷ് ആയിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. കേരളയ്ക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാം. കേരളയിൽ ആദ്യം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ തന്നെയാണ് 3ലേക്ക് കൺസിഡർ ചെയ്യുക. പുതിയ കോളേജുകൾ ആഡ് ചെയ്തില്ല. ഇപ്പൊ റൗണ്ട് 2 വയനാടും അതേപോലെ കാസർഗോഡും ആഡ് ചെയ്ത സീറ്റുകളിലേക്ക് വീണ്ടും കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി. പക്ഷെ റൗണ്ട് 3 വീണ്ടും സീറ്റുകൾ അനുവദിക്കാത്തിടത്തോളം പിന്നെ പുതുതായിട്ട് സീറ്റ് കൊടുക്കാൻ പറ്റുമോ? കേരളയ്ക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഓൾ ഇന്ത്യ അങ്ങനെയല്ല. റൗണ്ട് 3 നിങ്ങൾക്ക് പുതിയതായിട്ട് ചോയ്സ് കൊടുക്കാനുള്ള അവസരമുണ്ട്. റൗണ്ട് 1 2 എല്ലാം കൊടുത്തത് നള്ളാണ്, അതൊന്നും ഇനി കൺസിഡർ ചെയ്യില്ല. റൗണ്ട് 3 നിങ്ങൾ പുതുതായിട്ട് ചോയ്സുകൾ കൊടുക്കുകയാണ്. ഇതുവരെ കൊടുക്കാത്തവർക്ക് അവസരമുണ്ട്, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അവസരമുണ്ട്, ഇതുവരെ സീറ്റ് ലഭിക്കാത്തവർക്ക് അവസരമുണ്ട്, റിസൈൻ ചെയ്തവർക്കും അതേപോലെ എക്സിറ്റ് നടത്തിയവർക്കും റിപ്പോർട്ട് ചെയ്യാത്തവർക്കും ഒക്കെ അവസരം റൗണ്ട് 3 ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും റൗണ്ട് 3 പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ റൗണ്ട് 2 ശ്രദ്ധിക്കണേ, റെസിഗ്നേഷനുള്ള ടൈമിനുള്ളിൽ തന്നെ റിസൈൻ ചെയ്യണേ നിങ്ങൾ. യെസ്, റിസൈൻ ചെയ്യാൻ ആവശ്യമുള്ളവർ, ഓക്കെ, സീറ്റ് ഓക്കെ ആയിട്ടുള്ളവർ അവിടെ തന്നെ ജോയിൻ ചെയ്തോളൂ. യെസ്, അവിടെ തന്നെ പഠിച്ചോളൂ. യെസ്, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത് റൗണ്ട് 3 കുറിച്ച്. അതേപോലെ റൗണ്ട് 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, റൗണ്ട് 3 നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സീറ്റ് ലഭിച്ചു. റൗണ്ട് 3 സീറ്റ് ലഭിച്ച ആളുകൾക്ക് ഒരിക്കലും അപ്ഗ്രഡേഷൻ ഇല്ല കേട്ടോ. ഇനി സ്ട്രേ വേക്കൻസി വരുന്നുണ്ട്, ആ സ്ട്രേ വേക്കൻസി പോയിട്ട് ഹയർ ഓപ്ഷനിലേക്ക് പോവാന്ന് വിചാരിച്ചാൽ അപ്ഗ്രഡേഷൻ ഈസ് നോട്ട് പോസിബിൾ. അതേപോലെ റിസിഗ്നേഷനും പോസിബിൾ അല്ല, റിസൈൻ ചെയ്യാനും പറ്റില്ല, അപ്ഗ്രഡേഷനും നിങ്ങൾക്ക് പറ്റില്ല. ആ ഒരു കാര്യം റൗണ്ട് 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചോ. റൗണ്ട് 3 ഒരു സീറ്റ് കിട്ടിയാൽ ആ സീറ്റിൽ പഠിക്കുക. അപ്ഗ്രേഡ് ചെയ്ത് സ്ട്രേ വേക്കൻസിയിൽ വേറൊരു കോളേജിലേക്ക് പോവാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കേട്ടോ മക്കളെ. യെസ്, അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളയുടെ ഒരു കാര്യം പറയണം. അപ്പൊ കേരളയും ഓൾ ഇന്ത്യയുമായിട്ടൊരു റിലേഷൻ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനു മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കേരളയുടെ അലോട്ട്മെന്റ് എങ്ങനെയാ നടക്കുക? കേരളയുടെ റൗണ്ട് 3 എങ്ങനെയാ നടക്കുക? നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ കൺഫർമേഷൻ ആണ് അവിടെ നടത്തേണ്ടത്. ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുകയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ റൗണ്ട് 2 ചെയ്തതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആരൊക്കെ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം? നോക്കൂ, ആദ്യ ഘട്ടങ്ങളിലെ അലോട്ട്മെന്റിലൂടെ MBBS BDS കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിച്ചവരും ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്തവരും 3-ാം ഘട്ടത്തിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് റൗണ്ട് 2 ഒരിടത്ത് സീറ്റ് കിട്ടി, റൗണ്ട് 2 സീറ്റ് കിട്ടി, പക്ഷെ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് പോകണം. നിങ്ങൾക്ക് ഇപ്പൊ 4-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ 3-ാമത്തെ ഓപ്ഷനിലേക്കോ 2-ാമത്തെ ഓപ്ഷനിലേക്കോ 1-ാമത്തെ ഓപ്ഷനിലേക്കോ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം.
ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താലേ നിങ്ങൾ ഈ 4-ൽ നിന്ന് 3-ലേക്കോ 2-ലേക്കോ 1-ലേക്കോ ഒക്കെ പരിഗണിക്കത്തുള്ളൂ, നിങ്ങളെ അതിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. അതേപോലെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താലേ റൗണ്ട് 3-ൽ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതേപോലെ അവിടെയും നിങ്ങൾക്ക് എഡിറ്റിംഗ് പോസിബിളാ. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യണം, നിങ്ങൾക്ക് 2-1-ഉം 1-2-ഉം ആക്കണം, അതും പോസിബിൾ ആണ്. അവിടെ എഡിറ്റിംഗ് പോസിബിൾ ആണ്, ഡിലീഷൻ പോസിബിൾ ആണ്, റീഅറേഞ്ച്മെന്റും പോസിബിൾ ആണ്. പുതുതായിട്ട് ആഡ് ചെയ്യാത്ത സീറ്റുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ ഓപ്ഷൻസ് നൽകാൻ കേരളയിൽ സാധ്യമല്ല. ഇപ്പൊ കേരളത്തിൽ കോഴിക്കോട് നിലവിലുള്ള സീറ്റുകളിലെ 3ാമത്തെ അലോട്ട്മെന്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. റീഅറേഞ്ച്മെന്റും അതേപോലെ ഡിലീഷനും, ഓക്കെ, അതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. യെസ്, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം. നോക്കുക, MCCയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ടയിൽ, അതായത് നമ്മുടെ ഓൾ ഇന്ത്യയുടെ MBBSന്റെയോ BDSന്റെയോ 3rd റൗണ്ടിൽ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെന്ന് കരുതുക. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോ. ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ 3rd റൗണ്ടിൽ റൗണ്ട് 3യുടെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ ഇപ്പോൾ MCC എന്ത് ചെയ്യും, നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുക എന്ന് കരുതുക. നിങ്ങൾ ഓൾ ഇന്ത്യയുടെ 3rd അലോട്ട്മെന്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സിയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ ഡേറ്റ അയച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങളെ കേരളയുടെ 3rd അലോട്ട്മെന്റിൽ നിങ്ങളെ അയോഗ്യരാക്കണം, നിങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കരുത് എന്ന് MCC നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ കേരളയുടെ 3rd അലോട്ട്മെന്റിൽ നിന്നും ഒഴിവാക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ടിലേക്ക് കൊടുത്തു നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് ലഭിച്ചു എന്ന് കരുതുക. ക്ലിയർ ആണല്ലോ? ഓൾ ഇന്ത്യയുടെ 3ാം റൗണ്ടിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് കരുതുക. MCC ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ 3rd അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യരുത് എന്ന് MCC നിർദ്ദേശിക്കുകയാണെങ്കിൽ, അങ്ങനെ MCC പറയുകയാണെങ്കിൽ കേരളയുടെ റൗണ്ട് 3യിൽ ഒരിക്കലും നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3 നിങ്ങൾ അപ്ലൈ ചെയ്യുക. പറഞ്ഞ കാര്യം മനസ്സിലായി? ഞാൻ വീണ്ടും പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3 കൊടുക്കാം, ഇതുവരെ കൊടുക്കാത്തവർക്ക് കൊടുക്കാം, റിസൈൻ ചെയ്തവർക്കും എക്സിറ്റ് ചെയ്തവർക്കും ഒക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൗണ്ട് 3യിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടി, നിങ്ങൾക്ക് ആന്ധ്രയിൽ കിട്ടി, കർണാടകയിൽ കിട്ടി, ഡൽഹിയിൽ കിട്ടി, എവിടെയെങ്കിലും കിട്ടിയെന്ന് കരുതിക്കോ, അവിടുന്ന് MCC സിയിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഓൾ ഇന്ത്യയുടെ 3rd നിങ്ങളുണ്ട്, നിങ്ങളെ കേരളത്തിൽ കൺസിഡർ ചെയ്യരുത് എന്ന് MCC നിർദ്ദേശിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ 3rd അലോട്ട്മെന്റിൽ നമ്മളെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനൊരു സാധ്യത ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രം ഓൾ ഇന്ത്യയുടെ 3rd അലോട്ട്മെന്റ് കൊടുക്കുക. അപ്പോൾ ഒന്നുമില്ല, MCCക്ക് ഇങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റുകൾ മാത്രം, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും പ്ലേസും മാത്രം നിങ്ങൾ 3rd ഒപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം MCC ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കേരളത്തിലെ നമ്മുടെ അവസരം നഷ്ടപ്പെടും. ചെയ്താൽ എന്നാണ് ഞാൻ പറയുന്നത്. യെസ്, അപ്പോൾ ചെയ്താൽ നമ്മുടെ കേരളത്തിലെ അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് ഓൾ ഇന്ത്യയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലേസിലേക്ക് മാത്രം, ആഗ്രഹിക്കുന്ന സ്ട്രീമിലേക്കും ആഗ്രഹിക്കുന്ന കോളേജിലേക്കും മാത്രം 3rd അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ എൻ്റെ കുഞ്ഞുങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൗണ്ടാണ് 3rd റൗണ്ട്. 3rd റൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് അറിയിക്കാവുന്നതാണ് കേട്ടോ. കാരണം 3rd തുടങ്ങുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും. ഓൾ ഇന്ത്യയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ്, അതായത് റൗണ്ട് 2 കംപ്ലീറ്റ്ലി എൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ സ്കെഡ്യൂൾ വന്നാൽ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യെസ്, അപ്പോൾ അത് മനസ്സിലാക്കി മാത്രം റൗണ്ട് 3യിലേക്ക് പോവുക. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. യെസ്.